ഓക്കെ പ്രോഫിറ്റിന്റെ അപ്പുറം നിന്റെ P&L നിന്റെ MT5 കാണുമ്പോൾ നിനക്കുള്ളൊരു ആ ഒരു ഫീൽ എന്താ? ഇതുവരെ ചെയ്ത MT5 ഹിസ്റ്ററി നോക്കുമ്പോഴും ഇപ്പോഴത്തെ MT5 നോക്കുമ്പോൾ വ്യത്യാസം എന്താണ്? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഏകദേശം നമ്പർ കുറവാണ്, എന്നാൽ പോലും ഞാൻ ഓവറോൾ നോക്കുന്ന സമയത്ത് റിസ്ക് റിവാർഡിന്റെ കാറ്റഗറി എങ്ങനെയുണ്ട് നിന്റെ? ഞാൻ ആദ്യം നോക്കാറില്ല, തോന്നിയ മാതിരി നിൽക്കുക. അപ്പം ഏകദേശം ഒരു 1:2 ഫോക്കസ് എടുത്ത് തന്നെ ഈ P&L പ്രോഫിറ്റിലെത്തി. ഓക്കെ, ഇതുവരെ ഇവന്റെ ഒരു സ്ട്രക്ചറിൽ ഇവ ജസ്റ്റ് ട്രേഡ് എടുക്കുക മാത്രമേ ചെയ്തിരുന്നത്. വെറുതെ ട്രേഡ്സ് എടുത്ത് പോവുക, ഒരു ഫിക്സ്ഡ് P&L ഫിക്സ്ഡ് റിസ്ക്കും റിവാർഡും ഒന്നും കീപ്പ് ചെയ്തില്ല. നമുക്ക് ഇവന്റെ അടുത്ത് ഒരു പേയ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യണത്. നമ്മുടെ കഫേയിൽ വരുന്നവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇവന്റെ സ്ട്രാറ്റജിയിൽ തന്നെ എങ്ങനെ റിസ്ക്കും റിവാർഡും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് വെച്ച് ഇവന്റെ ലാസ്റ്റ് 2 വീക്സിന്റെ P&L ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് തരാം. ആ സ്ക്രീൻഷോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. SL സ്റ്റോപ്പ് ലോസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്, എന്നിട്ട് പോലും അവന്റെ P&L അവൻ പ്രോഫിറ്റാണ്. അപ്പോൾ അതാണ് വൈഷ്ണവിന് കിട്ടിയൊരു ഗുണം അല്ലേ?